Hello guys, welcome to Subconscious Flow guys. ഗൈസ് നല്ല പണി കിട്ടിയിട്ടുണ്ട് ഗൈസ്. നല്ല മുട്ടം പണി കിട്ടി. ഫോൺ എടുക്കാൻ മറന്നു. ഇപ്പോൾ തിരിച്ച് വീട്ടിൽ വീണ്ടും വന്നിട്ടുണ്ട് ഗൈസ്. എന്താ ഗൈസ്, അപ്പോൾ 11 മണിയുണ്ട്. നമ്മൾ ഓടിപ്പിടിച്ച് ബസ്സൊക്കെ വരുന്നുണ്ട് ഗൈസ്. ഈ അക്കിക്കാവിലെത്തണം. അക്കിക്കാവിൽ 12 മണിക്ക് എത്താനാണ് പറഞ്ഞത്. നമ്മളെത്തുമ്പോൾ ഏകദേശം 12:15 ആവുമെന്ന് പറഞ്ഞത്. പിന്നെ അവിടെ തിരി കാണാം ഗൈസ്. ബൈ. ഓക്കെ ഗായ്സ്, വെൽക്കം ടു സബ്കോൺഷ്യസ് വ്ലോഗ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാട്ട് പ്രാക്ടീസ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കുറേ വീഡിയോസ് എടുത്തിരുന്നു കേട്ടോ. പക്ഷേ വീഡിയോസൊന്നും ഒരു സ്റ്റോറേജിന് ഇഷ്യൂ കാരണം കൊണ്ട് കിട്ടുന്നില്ല ഗൈസ്. വീഡിയോസ് നമ്മുടെ ഫോണിൽ സേവ് ആയിട്ടില്ല. അവിടെ നമ്മൾ എന്തോ കറി വെച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഡിസ്റ്റർബൻസ് ആണെങ്കിൽ സോറി ഗൈസ്, ക്ഷമിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ജിമ്മ് ഇപ്പോൾ വെൽക്കം ടു സബ്കോൺഷ്യസ് ഫ്ലോ ഗായ്സ്. അവിടെ പ്രസംഗം സൗണ്ട് കേൾക്കുന്നുണ്ടോ? അപ്പോൾ അത് നിങ്ങൾ കാര്യമായി കണ്ട. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാട്ട് പ്രാക്ടീസ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ഒരു 4:17 തുടങ്ങി ഒരു 5:55 ആകുമ്പോൾ നമ്മൾ പാട്ട് പ്രാക്ടീസ് നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ അടുത്ത പരിപാടി ജിമ്മ്. അത് ഗൈസ്, ഞാൻ ഇത്രയും കാലം നിങ്ങൾ കാണിച്ചിരുന്ന ആ റൊട്ടീനിലൊരു ഞാൻ മിസ് ചെയ്തിരുന്ന ഒരു പോർഷൻ ഗൈസ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പോർഷൻ ഉണ്ട്. അതായത് ജിമ്മ് ഗൈസ്. ഞാൻ ജിമ്മിന് പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു കുറച്ച് കാര്യങ്ങളുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ എല്ലാം പറയാം. വഴി കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഗൈസ്. ഞാനിങ്ങനെ പൊട്ടിത്തെറിക്കും ഗൈസ്. ഞാൻ വർത്തമാനം പറയുമ്പോൾ എൻ്റെ മൈൻഡിൽ നിന്ന് കുറേ നാൾ പൊട്ടും. പക്ഷേ ഞാൻ കുറേ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ജിമ്മിൽ പോയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ജിമ്മിൽ പോയിട്ട് ഇപ്പം എത്തിയിട്ടുള്ളൂ. വെൽക്കം ടു സബ്കോൺഷ്യസ് വ്ലോഗ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി പാട്ട് പ്രാക്ടീസ് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഭയങ്കര സൗണ്ടാണ് ഗൈസ്. അത് കാര്യമൊക്കെ ഉണ്ടോ? നമ്മുടെ പാട്ട് പ്രാക്ടീസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും കാലം എന്തമ്മ വീഡിയോ എടുക്കട്ടെ, കോളാക്കല്ലമ്മ പ്ലീസ് ഒന്ന് വീഡിയോ എടുക്കട്ടെ. അപ്പോ പ്ലീസ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് പാട്ട് പ്രാക്ടീസ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത്ര നാൾ നിങ്ങൾക്ക് കാണിച്ചിരുന്ന എൻ്റെ ഡെയിലി ലൈഫ് റൊട്ടീനിൽ ഒരു കാര്യം ഞാൻ മിസ് ചെയ്തിരുന്നു ഗൈസ്. കുറച്ച് നാളായിട്ട് 2 ആഴ്ചയായിട്ട് ഞാനൊരു കാര്യം മിസ്സിങ് ആയിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് ഗൈസ്, ദാറ്റ്സ് മൈ ജിം. അതെ ഗൈസ്, നിങ്ങൾ എത്ര പേര് ജിമ്മിന് പോകുന്നുണ്ട്? ഞാനിതുപോലെ ജിമ്മിനും പോകുന്നുണ്ട് കേട്ടോ. വീഡിയോ അലമ്പാണുള്ള രസമില്ല. ഗായ്സ്, അപ്പോൾ സബ്കോൺഷ്യസ് വ്ലോഗിലേക്ക് വെൽക്കം ഗായ്സ് ടു മൈ സബ്കോൺഷ്യസ് വ്ലോഗ്. ഹലോ ഗായ്സ്, വെൽക്കം ടു സബ്കോൺഷ്യസ് വ്ലോഗ് ഗായ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാട്ട് പ്രാക്ടീസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും കാലം നിങ്ങൾക്ക് കാണിച്ചിരുന്നു എൻ്റെ റൊട്ടീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ റൊട്ടീനിൽ മെയിനായിട്ടൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമുണ്ട് ഗൈസ്. ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. 2 വീക്സ് ആഫ്റ്റർ 2 വീക്സ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം. നമ്മളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഫിറ്റ്നസ് ഗൈസ്. ഫിറ്റ്നസ് അത് ഗൈസ്, ഞാൻ ജിമ്മിന് പോയിരുന്നു. അപ്പോൾ 2 വീക്സ് ആയിട്ട് എനിക്ക് ജിമ്മിന് പോകാൻ പറ്റിയിട്ടില്ല. കാരണം ടൈമിങ്ങിൻ്റെയും അതുപോലെ ഇഷ്യൂസ് കാരണം കൊണ്ട് എനിക്ക് ജിമ്മിന് പോയിട്ടില്ല. ഇപ്പോൾ ഏകദേശം സമയത്താണ് ഞാൻ കാണിച്ചു തരാം. സമയം ഇതിൽ 6:38 ഗൈസ്. 6:38. അപ്പോൾ എനിക്ക് വർക്കിന് പോകേണ്ട സമയമായി. 7 മണിക്ക് വടക്കാഞ്ചേരി. പിന്നെ അവിടെ നിന്ന് നേരെ ഞാനത് പറയണില്ല ഗൈസ്.
എന്തൊക്കെ പറയണല്ലേ, ഭ്രാന്തൻ. അപ്പോൾ ഏകദേശം സമയം ഞാൻ പറഞ്ഞില്ലേ. അപ്പം എനിക്ക് വർക്കിന് പോകേണ്ട സമയം, വർക്കിന് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. എന്തൊക്കെയാ പറയണേ ദൈവമേ. അപ്പോൾ നമുക്ക് 7 മണിക്ക് ഇറങ്ങണം കേട്ടോ വീട്ടിൽ നിന്ന്. ഇപ്പോൾ ഫുഡ് കഴിച്ച് 7 മണിക്ക് ഇറങ്ങി 7:10 നമ്മുടെ ബസ്. ആ ബസ് കിട്ടിയിട്ട് നമ്മളവിടെ എന്താമ്മ നെഗറ്റീവ് അടിക്കില്ലമ്മ. ഇതൊക്കെ ബിഹൈൻഡ് ദ സീൻസ് ആയിട്ട് ഞാൻ ഇടും കേട്ടോ, ഞാൻ ഇടും. അപ്പോൾ ഗൈസ് നമുക്കിനി വർക്കിന് പോകേണ്ടതായിട്ടുണ്ട്. വർക്കിന് നിന്ന് നേരത്തെ പോകണം. 7 മണിക്ക് വടക്കാഞ്ചേരി എത്തി. അവിടെ നിന്ന് 7:10 ബസ്, പിന്നെ നേരെ ടു മൈ ഷോപ്പ്. ആൻഡ് ഇനി ബാക്കി പിന്നെ കാണാം ഗൈസ്. അപ്പോൾ 7:02 ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി നേരെ വർക്കിന് പോവാം. 7:10 ബസ് ഗൈസ്. 8 മിനിറ്റ് അവിടെ എത്തണം ഗൈസ്. നല്ല പണി കിട്ടിയിട്ടുണ്ട് ഗൈസ്, നല്ല മുട്ടൻ പണി കിട്ടി. ഫോൺ എടുക്കാൻ മറന്നു. ഇപ്പോൾ തിരിച്ച് വീട്ടിൽ വീണ്ടും വന്നിട്ടുണ്ട് ഗൈസ്. എന്താ ഗൈസ്. അപ്പോൾ 11 മണിയിൽ നമ്മൾ ഓടിപ്പിടിച്ച് ബസ് കയറും ഗൈസ്. ഈ അക്കിക്കാവിലെത്തണം. അക്കിക്കാവിൽ 12 മണിക്ക് എത്താനാണ് പറഞ്ഞത്. നമ്മളെത്തുമ്പോൾ ഏകദേശം 12:15 ആവുമെന്ന് പറഞ്ഞത്. പിന്നെ അവിടെ തിരിക്കണം ഗൈസ്. ബൈ. പല്ല് വയ്ക്കാൻ പോവാണ് ഗൈസ്. ഉള്ള വൈറ്റ് മെറ്റീരിയൽ പോവാമോ? ഹലോ ഗായ്സ്. അപ്പോൾ നമ്മൾ അക്കിക്കാവിൽ എത്തിയിട്ടാണ്. അക്കിക്കാവിൽ നമ്മുടെ പല്ലിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞു ഗൈസ്, കഴിഞ്ഞ്. ഞാനിപ്പോൾ തിരിച്ച് കടയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മേ, അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു ഗൈസ്. ഇപ്പം എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു ദിവസം വരണമെന്നാണ് പറഞ്ഞത്. അടുത്ത ദിവസം പറയുമ്പോൾ ഏകദേശം ഒരു എത്രയാ എന്തിനു ഗൈസ്. എനിക്ക് ഇപ്പോൾ കണ്ടോ ഗൈസ്, ഒരു ചങ്ങായി അടുത്തുകൂടെ പോയപ്പോൾ തന്നെ എനിക്ക് നൈസായിട്ടൊരു ചളപ്പ് വന്നു ഗൈസ്. എന്തിന് ചളപ്പ്? ഞാനതല്ല ഗൈസ്. എനിക്കങ്ങനെ നാണക്കേട് അനുഭവിക്കേണ്ട ഒരു ആവശ്യമില്ല ഗൈസ്. കാരണം എനിക്കിഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്യും, അത് അത്രേ ഉള്ളൂ. അതിനിപ്പോൾ നാണക്കേട് എന്തെങ്കിലും വിചാരിക്കുന്നില്ലേ? അടുത്തുകൂടെ പോകുന്ന സ്കൂട്ടർ ചേട്ടൻ നോക്കുന്നുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ ഈ കാര്യം പറയാൻ കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, ഞാൻ ട്രൂ ആയിട്ട് നിൽക്കുള്ളൂ ഗൈസ്. ഞാൻ ട്രൂ ആയിട്ട് എൻ്റെ എങ്ങനെയാണോ എനിക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ, എന്നിലുണ്ടാവുന്ന മാറ്റങ്ങൾ, അത് ട്രൂ ആയിട്ട് കാണിക്കാനാണ് എനിക്കിഷ്ടം. ആൾക്കാർ കുറേ നോക്കുന്നുണ്ട് ഗൈസ്. എനിക്ക് നാണക്കേടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഫസ്റ്റ് ടൈം അല്ലേ. അപ്പോൾ ഇത്ര ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു എനിക്ക് ഇല്ല ഗൈസ്. ഞാൻ നെഗറ്റീവ് അടിക്കില്ല. എനിക്കൊരിക്കലും നെഗറ്റീവ് അടിക്കില്ല ഗൈസ്. No negatives. I'm a vlogger. I'm doing some vlogs. I'm not shy. അത്രയുള്ളൂ ഗൈസ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അത് നമ്മൾ മറ്റുള്ളവരെ എന്ത് വിചാരിക്കും എന്നുള്ള കാര്യങ്ങളോ, അങ്ങനെ മറ്റുള്ളവരെന്ത് ചിന്തിക്കും, മറ്റുള്ളവർ എൻ്റെ ഫേസ് കാണുന്നുണ്ടോ ഗൈസ്? ഫേസ് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട ഗൈസ്. കാരണം അവരൊന്നുമല്ല ഗൈസ്. നിങ്ങളുടെ ലൈഫിൽ അഭിപ്രായം പറയാനും ഇതിനൊക്കെ കുറേ ആൾക്കാരുണ്ടാവും. പക്ഷേ നമുക്ക് സ്വന്തമായിട്ടൊരു ഡിസിഷൻ വേണം ഗൈസ്. നമുക്ക് എന്താണ് ഇഷ്ടം ആ ഒരു കാര്യം മാത്രം നമ്മൾ ചെയ്ത് ജീവിക്കുക, അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇന്നെന്തായാലും ഞാൻ പല്ലിൻ്റെ കാര്യം ഇന്ന് തന്നെ തീരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇന്ന് തീർന്നില്ല ഗൈസ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡേ വന്ന് അളവെടുക്കുക, പിന്നെ അത് കഴിഞ്ഞാലാണ് പല്ല് വയ്ക്കാൻ പറ്റുള്ളൂ ഗൈസ്. അപ്പോൾ പല്ല് വെച്ചിട്ട് എങ്ങനെ ഞാൻ സുന്ദരനുള്ളതെന്ന് നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ബായ് ഗൈസ്. ഞാൻ ഈ ബസ് കയറിയിട്ട് കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട്. ബൈ ഗൈസ്. ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഏത് സ്ഥലത്ത് കഴിഞ്ഞാൽ
പെരുമ്പിലാവാണ് ഗൈസ്. ഞാനാണ് ഈ കുറ്റിപ്പുറം ബസ്സിൽ കയറി പോയി. ബസ് ശരി. ഗൈസ് അപ്പോൾ നമ്മൾ വന്ന ബസ് ഇതാണ് ഗൈസ്, റൺവേ എന്ന് പറയുന്ന ബസ്സാണ്. അപ്പോൾ ഞാൻ ഇതവിടെ പട്ടാമ്പിയിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പട്ടാമ്പിയിൽ ഞാൻ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഈ സ്ഥലം എനിക്ക് വളരെ സ്പെഷ്യലാണ് ഗൈസ്, പട്ടാമ്പി സ്റ്റാൻഡ് പറയുന്നത്. കാരണം ഞാൻ കോളേജ് പട്ടാമ്പി MES കോളേജിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഇനി ഞാൻ ഡെയിലി സ്റ്റാൻഡിൽ വന്നിട്ടാണ്, ഡെയിലി മോർണിംഗ് ഇവിടെ സ്റ്റാൻഡിൽ വരും. എന്നിട്ട് പിന്നെ ഇവിടുന്ന് ബസ് കയറി പോവാണ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് കുറേ മെമ്മറീസ് ഉണ്ട് ഗൈസ് സ്റ്റാൻഡിൽ. അപ്പോൾ ബസ് ഇപ്പോൾ എടുക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി റൗണ്ട് അടിക്കാൻ വിചാരിച്ചു ഗൈസ്. ഇവിടെ ഞാൻ നിന്നിരുന്ന പ്ലേസ് മനസ്സിലാക്കാം. ഞാൻ അവിടെ ബാക്ക് സൈഡിൽ കുറച്ച് സീറ്റ് ഉണ്ട് ഗൈസ്, അവിടെ ഞാൻ ഇരുന്നായിരുന്നത്. പിന്നെ I'm feeling happy guys. I'm feeling so happy because I'm feeling so happy guys. I am so happy. അപ്പം എന്തായാലും ബസ് കയറണം. I'm not shy. കണ്ടേ ഗൈസ്, ഞാൻ പറഞ്ഞു ഞാനിങ്ങനെയല്ല, എനിക്ക് എന്നിൽ നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ ശരി ഗൈസ്, ബൈ. പിന്നെ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിക്കണം. ഗൈസ് അപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ക്ഷീണമാണ് ഗൈസ്, ഭയങ്കര ക്ഷീണം, വയ്യ. അയ്യോ, നമ്മൾ ഫിസിക്കലാണ് ഗൈസ് എക്സോസ്റ്റഡ് ആയിരിക്കുന്നത്. മെൻ്റലി കുഴപ്പമില്ല, ബട്ട് ഫിസിക്കലി ഈസ് റിയലി ബാഡ് ഗൈസ്. ശരിക്കും വയ്യ. അതിൻ്റെ റീസൺസ് ഉണ്ട് ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്ക് ഉറപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ബൈ ഗൈസ്. ഒരു കാര്യം പറയണ്ട. സമയം 10:38 ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കെന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ദിവസം ഇപ്പം എനിക്ക് ഭയങ്കര നെഗറ്റീവാണ്. അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, എന്തോ അതെനിക്കറിയാം എന്തുകൊണ്ടാണ് വന്നത് കാര്യമൊക്കെ നമുക്കറിയാം. പിന്നെ നമ്മുടെ മൊബൈലിൽ നമ്മുടെ മഹലിനോട് മറന്നിച്ച് മാമൻ്റെ വീട്ടിൽ നമ്മുടെ അനിയൻ്റെ കസിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പാർട്ടിക്ക് പോയിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ എന്താ അറിയില്ല ഗൈസ്, വീഡിയോ എഡിറ്റ് ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടില്ല. 2 ദിവസത്തെ വീഡിയോ എഡിറ്റ് ചെയ്തില്ല, 3 ദിവസത്തെ വീഡിയോ ഇന്നത്തെയും കൂട്ടി. ഇതിപ്പോൾ ഇന്നത്തെ ദിവസം ഡേറ്റ് ഒന്നും നോക്കട്ടോ. ഡേറ്റ് ജൂൺ 1-ാം തീയതിയാണ്. അപ്പോൾ ജൂൺ 1-ാം തീയതിത്തെ വീഡിയോയും ഇന്നലത്തെ 31-ാം തീയതി 30-ാം തീയതി വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട്. പിന്നെ വീഡിയോസിൻ്റെ ടിപ്സും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതെനിക്കിപ്പോൾ ഇന്നൊരു സമയം 10:38 ആയിട്ടുണ്ടല്ലോ. ഞാൻ കിടന്നുറങ്ങുന്ന റേസ്. ഇന്നിപ്പോൾ എനിക്ക് ഈ നെഗറ്റീവ് അടിക്കാൻ കാരണം ഫുഡിങ്, എൻ്റെ റൊട്ടീനിൽ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്കല്ല, റൊട്ടീൻ എനിക്ക് കറക്റ്റ് ഫോളോ ചെയ്യാൻ ഇന്ന് പറ്റിയിട്ടില്ല റേസ്. അപ്പോൾ അതൊരു ഡ്രോബാക്കാണ്. പിന്നെ ഫുഡിൻ്റെ കാര്യം, ഫുള്ള് കാർബ്സ് മാത്രമേ കഴിക്കുന്നുള്ളൂ. പ്രോട്ടീനായിട്ട് അങ്ങനെയാണെന്നും കഴിക്കണം വെച്ചപ്പോൾ പ്രോട്ടീൻ ടേക്കിങ് ഭയങ്കര കുറവാണ്. അപ്പോൾ അതും കറക്റ്റ് ചെയ്ത് പോകണം. പിന്നെ ഇപ്പോൾ ഇത്ര ഉള്ളൂ ഗൈസ്, ഇത്ര ഉള്ളൂ. ബൈ. നാളെ 4 മണിക്ക് മീറ്റന്നെ. നാളെ 4 മണിക്ക് നെറ്റ് വോയിസ് ഉറപ്പാണ്. നാളെ 4 മണിക്ക് മീറ്റിരിക്കും. പിന്നെ ടൈമിങ് ഷെഡ്യൂൾ ഒന്നുകൂടി ഒന്ന് സെറ്റാക്കാണ്ട്. ബുക്ക് റീഡിങ് ഇപ്പോൾ കുറഞ്ഞു. ഇപ്പോൾ യൂട്യൂബിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ അന്ന് മുതൽ, അല്ല അതിന് മുന്നില്ല,
ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് ബുക്ക് വായിക്കണം, പക്ഷേ ടൈമിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് അതിന് മാത്രം ടൈം സെറ്റ് ആയിട്ടില്ല. ബുക്ക് റീഡിങ് നമ്മൾ മെല്ലെ തുടങ്ങുന്നതായിരിക്കും ബെസ്റ്റ്. പിന്നെ ഇന്ന് രാവിലെ വെച്ചിട്ടുണ്ടായിരുന്ന ഫ്രിഡ്ജിൽ വെച്ച ഐസ്, മുഖത്തിറപ്പിക്കാൻ വെച്ച ഐസ്, അത് കാണാം ഐസ്. അപ്പോൾ മൊത്തത്തിലൊരു 5 ഡേയ്സ് പോലെയാണ്. പക്ഷേ അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് ചിന്തിക്കാറില്ല ഐസ്. പക്ഷേ ഇന്നിപ്പോൾ എന്തോ മൊത്തം ടയർഡ്നെസ് എല്ലാം കൊണ്ടും എനിക്കൊരു നെഗറ്റീവായിട്ട് വരുന്നുണ്ട്. പിന്നെ ഞാൻ വേറെ കാര്യം പറഞ്ഞത് ഐസ്, നമുക്ക് എന്താ പറയുക, നെഗറ്റീവ് തോട്ട്സൊക്കെ നമ്മുടെ മൈൻഡിൽ വരും. അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വരുമ്പോൾ അപ്പം തന്നെ എടുത്ത് കളയണം, അപ്പം എടുത്ത് കളയണം. അല്ല അങ്ങനെ ചിന്തിക്കുക വേണ്ട, ഒറ്റക്കിട്ട് മുമ്പ് ചിന്തിക്കുക പൈലസ്. അത് അതൊരു അതൊരു ആ ഒരു കാര്യമുണ്ട് ഗൈസ്. നമ്മൾ നെഗറ്റീവായിട്ട് ഒരിക്കലും ചിന്തിക്കുന്നുണ്ടാവില്ല, ഒരിക്കലും. ഇത്ര സമയം 5:19 ഗൈസ്. നല്ല ക്ഷീണമുണ്ട്. 4 മണിക്കൊന്നും ജയിക്കാൻ പറ്റില്ലല്ലോ. ഫോണ് മറവച്ചാരണം നമുക്ക്. നമ്മൾ എണീറ്റത് 5:19 ചെയ്യാം. നല്ല ക്ഷീണമുണ്ട്. കുറച്ച് നേരം ഒന്ന് ഉറങ്ങട്ടെ. സ്ലീപ്പ് സൈക്കിൾ ഒന്ന് കറക്റ്റ് ആക്കട്ടെ. ഉറക്കം കുറച്ച് ബാലൻസ് ഉണ്ടല്ലോ, അപ്പോൾ ഒന്ന് ഉറങ്ങി തീർക്കട്ടെ. ഭയങ്കര ക്ഷീണം, ലാഗ് വരുന്നു, ലാഗ്. സോ ടു സ്ലീപ്പ്, കുറച്ചുകൂടി സ്ലീപ്പ് ആക്കട്ടെ.